രജനീകാന്തിന്റെ കൂലി ഭയങ്കരമായ പ്രതീക്ഷയിലിരുന്ന ഒരു പടമാണ് രജനീകാന്തിന്റെ കൂലി. അത് മാത്രമല്ല ലോകേഷ് കനകരാജിന്റെ പടം എന്നുള്ള നില പടം പോയി കണ്ടു. മഴയൊക്കെ നനഞ്ഞ് ചമ്മന്തിയായിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പടം എനിക്കൊരു ആവറേജ് ഫീലാണ് തോന്നിയ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, രജനീകാന്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കാണിക്കുന്ന പരിപാടി വന്നിട്ട് പഴയ കാലം കാണിക്കണം. അത് കിടിലുമായിരുന്നു കേട്ടോ. അത് ഒരു VFX പോലത്തെ മറ്റേ AI വെച്ചൊക്കെ ചെയ്തേക്കുന്നതാണ്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ല. രജനീകാന്തിന്റെ പഴയ പടങ്ങളിലെ സ്വാഗ് ഉണ്ടല്ലോ, ആ ഒരു സാധനം ഇതിനകത്ത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിടിലും എന്ന് പറയുന്നത് സൗണ്ട് മോഡുലേഷൻ വരെ ആ ഒരു ലെവലിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നാഗാർജുനയുടെ സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയണം. നാഗാർജുനയുടെ സ്ക്രീൻ പ്രസൻസ് അന്യായ സ്ക്രീൻ പ്രസൻസ്. അതുപോലെ ഒരു സൂര്യ ഉപേന്ദ്ര അങ്ങോട്ട് വന്നൊരു നിപ്പുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇട്ട് കൊടുത്തപ്പോൾ ആ ഒരു അതുവരെ തൊട്ട് മുമ്പ് ഒരു നനഞ്ഞു നിന്ന സാധനം അങ്ങോട്ട് കയറി കൊളുത്തി ഉപേന്ദ്ര വന്നപ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് മൂന്നാക്കി ഇമ്പാക്റ്റ് പറഞ്ഞ കുറച്ച് സീനുകളുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ ഒരു വലിയ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഒരു ആവറേജ് പടം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ കാണാം എന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയുണ്ട്. അനിരുദ്ധ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കിടിലൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഒരുപാട് നെഗറ്റീവ് വന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് അത് കിടിലുമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നും എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയൊന്നുമില്ല. പക്ഷെ പടത്തിന് എന്തോ ഒരു ഗുമ്മില്ല. നമുക്ക് ഇപ്പൊ രജനീകാന്തിന്റെ ഒരു പടം എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ലോകേഷ് കനകരാജിന്റെ ഒരു പടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ കാണുമല്ലോ. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കൈയടിക്കാൻ ഉള്ള ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സാധനം രണ്ടാം മൂന്നോ എടുത്ത് മാത്രമാണ് ഉണ്ടാകുന്നത്, എസ്പെഷ്യലി ക്ലൈമാക്സ്. പിന്നെ ആമിർ ഖാനെ പറ്റി പറഞ്ഞു. ആമിർ ഖാനെ ഇതിനകത്ത് എന്തിനു കൊണ്ട് വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അറിഞ്ഞൂടാ. ലാസ്റ്റ് ക്ലൈമാക്സിൽ കൊണ്ടൊരു കോമാളി എന്നുള്ളത് ട്രെയിലർ കാണുമ്പോൾ അറിയാം, ഒരു കോമാളി പരിപാടിയാണ് കാണിക്കുന്നുള്ളത് കൃത്യമായി അറിയാം. അത് തന്നെയാണ് ഇതിനകത്ത് പടം കാണുമ്പോഴും മനസ്സിലാക്കുന്നത്. ശ്രുതി ഹാസൻ ചേച്ചി ആദ്യം തൊട്ട് അവസാനം വരെയും നന്നായിട്ട് കരയുന്നുണ്ട്. കരഞ്ഞ് മെഴുകുകയാണ് പടത്തിൽ ആദ്യം തൊട്ട്. എന്ന് പറഞ്ഞാൽ 1-2 സീന് മാത്രമാണ് ശ്രുതി ഹാസൻ ചേച്ചി ഒന്ന് ചിരിച്ചു കണ്ടത്. 1-2 സീൻ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സോടനുബന്ധിച്ചുള്ള ഒരു സീനും അല്ലാതെയുള്ള ഒരു 1-2 സീനും മാത്രമാണ് ശ്രുതി ഹാസൻ ചേച്ചി ഒന്ന് ചിരിച്ചു കണ്ടത്. ബാക്കിയൊക്കെ ഒമ്പം കരച്ചില് തന്നെ അതിൽ കരഞ്ഞു വീഴും. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ സാധനങ്ങൾ സൂപ്പറായിട്ടുണ്ട്. പക്ഷെ പടം നമുക്ക് തിയേറ്ററിൽ ഒരു ഇമ്പാക്ട് കിട്ടുന്നില്ല. അതെന്താന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കണ്ട നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു പറയട്ടെ. അതിന്റെ സ്ക്രീൻ പ്ലേ ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ.